പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തി കളയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അവരെ അങ്ങനെ പെട്ടെന്നൊന്നും എടുത്ത് കളയാൻ പറ്റുന്ന ഒരാളല്ല മമതാ ബാനർജി എന്ന് പറയുന്നത്. അത്രത്തോളം സ്ട്രോങ് ആണ്, ബുദ്ധിമതിയാണ്. അവർ ഏത് വിധത്തിലായാലും അവിടെ പിടിച്ചു കയറും, ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അത് എന്നെ സംഭവിച്ചു. അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് എന്താ ഉണ്ടായി അവിടെ ഗുണം? ഒന്നും ഉണ്ടായില്ല. നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ സീറ്റ് കിട്ടിയില്ലല്ലോ ഇപ്രാവശ്യം. അപ്പോൾ അത് ആ രീതിയിൽ 11 സീറ്റ് മാത്രമാണ് ഇവർക്ക് കിട്ടിയത്. 11 സീറ്റ്. കഴിഞ്ഞ തവണ 14 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അത് പോയ ബാക്കി അത്രയും കുറഞ്ഞല്ലോ, അതായത് അത് കൂടിയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ തമിഴ്നാട്. ദ്രാവിഡീയ സംസ്കാരം ഉള്ള ഒരു സ്ഥലമല്ലേ. അവരെ കാണിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്രത്തോളം അവർ ഏത് കാര്യത്തിലും ഉറപ്പുള്ളവരാണ്. സ്റ്റാലിൻ്റെ ആ ഭരണം എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ്. അവിടെ ആ രീതിയിലാണ് നോക്കുന്നത്. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അധികായനായിട്ട് മാറി എന്നുള്ളതാണ്. അവിടെ 39 സീറ്റുണ്ട്, അത് 39 തൂത്തുവാരി എന്നുള്ളതാണ്. പോണ്ടിച്ചേരിയിൽ ഒരെണ്ണം കൂടെ ചേർത്ത് 40. ഇതാണ് നമ്മൾ കാണേണ്ടത്. അത്രയും ആ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് അവിടെ നടത്തിയത്. അവിടെ AIADMK NDAയുടെ ഒപ്പം ഉള്ള ആ പാർട്ടിക്ക് അവിടെ ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. ഒന്ന് തൊട്ടു നോക്കാൻ പോലും ഒരു സാധനം ഇല്ലാതായിപ്പോയി അവിടെ. ആ രീതിയിലായി. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഈ വിവേകാനന്ദ പാറയിലൊക്കെ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അവിടെ ചെന്നിട്ട് വിവേകാനന്ദ പാറയിൽ പോയി അദ്ദേഹം അവിടെ പോയിരുന്നു. അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ പറയുന്നില്ല, ഒരിക്കലും ഇതുപോലെ പ്രവർത്തിക്കത്തില്ല, ഈ വാചകങ്ങൾ പറയത്തില്ല. അദ്ദേഹം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരുന്നത്, നമ്മുടെ ഭാരതം, ഇന്ത്യ എന്ന് പറയുന്നത് രാജ്യം ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു, എനിക്ക് വളരെ ഞാൻ സന്തുഷ്ടനാണ്, എനിക്ക് അഭിമാനമുണ്ട് ഇന്ത്യക്കാരനാണെന്ന് പറയുന്നതിൻ്റെ കാരണം ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഏത് അഭയാർത്ഥിയെയും സ്വീകരിക്കുന്ന നാടാണ് ഇന്ത്യ. അവിടെയാണ് ഈ CAA അമെൻമെൻറ്റ് കൊണ്ടുവന്നത്. ഇതാണ് വന്നേക്കുന്നത്. അതിൻ്റെ റൂൾസും അങ്ങോട്ട് കൊണ്ടുവന്നു, ഇപ്പോൾ റെഡിയാക്കി, ഇപ്പോൾ കിട്ടിയല്ലോ നന്നായിട്ട്. ഇനി അടുത്തത് യൂണിഫോം സിവിൽ കോഡാണ് ഉദ്ദേശിച്ചേക്കുന്നത്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത്? ഇത് അതങ്ങ് വെളി ചാടിയപ്പോൾ അമിത്ഷായുടെ വാചകം, അമിത്ഷായുടെ പ്രസംഗം എന്തായിരുന്നു? അതായത് മുസ്ലിം പേഴ്സണൽ ലോ ഇല്ലാതാക്കുമെന്നാണ്. മനസ്സിലായോ? അപ്പം ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിച്ചാണെന്ന് അത് മനസ്സിലായല്ലോ. മുസ്ലിം പേഴ്സണൽ ലോ ഇല്ലാതാക്കാനാണ് യൂണിഫോം സിവിൽ കോഡ്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. പിന്നെ എന്നാൽ ഹിന്ദു ലോ ഇല്ലാതാക്കും. ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ട് ഉണ്ട്, ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ഇതുപോലെ ഹിന്ദു ചാരിറ്റബിൾ ഒരുപാട് ആക്ട്, ഹിന്ദു സഹോദരങ്ങളെ സംബന്ധിച്ചുള്ള ഒരുപാട് ആക്ടുകളുണ്ട്, നിയമങ്ങൾ. അതൊന്നും ഇല്ലാതാക്കുന്നില്ലല്ലോ. പറയുന്നത് മുസ്ലിം പേഴ്സണൽ ലോ ഇല്ലാതാക്കും എന്നുള്ളതാണ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് കൊണ്ടുവന്നേക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് മാത്രം ഉള്ള അവരുടെ വ്യക്തി നിയമം ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് എന്ന് പറഞ്ഞു. അല്ലാതെ യൂണിഫോം സിവിൽ കോഡ് അല്ല, സംതിങ് അഗൻസ്റ്റ് മുസ്ലിംസ്, അതാണ് ഈ പറഞ്ഞു വെച്ചേക്കുന്നത്. ഇതാണ് കാര്യം. ഇനിയൊക്കെ അത് അത്ര എളുപ്പമൊന്നും വിചാരിക്കാൻ പറ്റില്ല. മാത്രമല്ല വേറെ വലിയ പ്രശ്നം ഉണ്ടാവും. ഇതുവരെ ഈ പാർലമെൻറ്റ് അടക്കി ഭരിച്ചിരുന്നത് BJP ആണ്. ഈ കഴിഞ്ഞ 10 വർഷം, അതായത് സ്പീക്കർ എന്ന് പറയുന്നത് BJPയുടെയാണ്. ഇനിയിപ്പോൾ ശ്രീ ചന്ദ്രബാബു നായിഡുമായിട്ടും നിതീഷ് കുമാറുമായിട്ടും ഒക്കെ വിലപേശൽ വരും. നിർബന്ധമായിട്ടും നോക്കിക്കോളൂ, ചന്ദ്രബാബു നായിഡു ഈ സ്പീക്കർ പോസ്റ്റ് വേണമെന്ന് പറയും. കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല. കൊടുത്തില്ലേ പോടാവില്ലേ എന്ന് പറയാൻ ഇത് തന്നെ ചെയ്യാൻ പോകുന്നത്. കാരണം അയാളൊരു കിങ് മേക്കറാണ്. ആ രീതിയിലാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഇവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ ഒക്കത്തില്ല. സ്പീക്കർ പോസ്റ്റ് കോൺഗ്രസിനാണെങ്കിൽ അതൊരു പ്രശ്നവും ഇല്ല കൊടുക്കുന്നതിന്. കാരണം അവർക്കൊന്നും വിളിക്കാനില്ലല്ലോ. ബഗേഴ്സ് ആർ നോട്ട് ചൂസേഴ്സ് എന്ന് നമ്മൾ പറയും. വേറെ അവർക്ക് ചൂസ് ചെയ്യാൻ കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇവിടെ ഈ കോൺഗ്രസ് ആണെങ്കിൽ അത് കൊടുക്കാൻ സന്തോഷമേ ഉള്ളൂ. കോൺഗ്രസ്സിന് ഒരു പ്രശ്നമില്ല. നേരെ മറിച്ച് ഇവർക്ക് കൊടുക്കണമെങ്കിലുണ്ടല്ലോ, കഴിഞ്ഞ തവണത്തേക്കൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. സ്പീക്കറെ ഉപയോഗിച്ച് നടത്തിയേക്കുന്ന കൊള്ളരുതായ്മകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത് ലോകം മുഴുവൻ കണ്ടതല്ലേ. ഏതെങ്കിലും എതിർത്ത് പറയുന്ന ഒരു MP ഉണ്ടോ? അപ്പോഴും വെളിയിലാക്കുക. 40 MPമാരെ വെളിയിലാക്കിക്കൊണ്ടാണ് പല നിയമങ്ങളും പാസ്സാക്കിയെടുത്ത, ഒരു ചർച്ചയില്ലാതെ. അങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യം മുമ്പോട്ട് പോക്കുള്ളത്. ഇത് ഇന്നത്തെ ഈ റിസൾട്ട് ഉണ്ടല്ലോ, ഇത്
ജനങ്ങളുടെ വിജയമാണ്, ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ഈ ജനാധിപത്യം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്ത് ഉണ്ട് എന്ന് ഇപ്പോൾ നമുക്കൊന്ന് ആശ്വസിക്കാം. ജനങ്ങളാണ് യജമാനന്മാർ എന്ന് അവർ തെളിയിച്ചേക്കുന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം.